കൊച്ചി മെട്രോയുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. മെട്രോയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അപേക്ഷ നൽകിയതെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്ത് വരേണ്ടിയിരിക്കുന്നു. ഇതിൽ പൂർണ്ണമായി തീരുമാനമെടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണെന്നും KMRL വ്യക്തമാക്കിയിരുന്നു. സർക്കാർ തീരുമാനം പറയാതെ പേരുമാറ്റത്തിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന് മെട്രോ അറിയിച്ചിട്ടുമുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെ എതിർപ്പ് പരസ്യമാക്കിയതോടെയാണ് പേരുമാറ്റത്തിൽ KMRLന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ നിർത്തിവെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാനി, ഈ കൊച്ചി മെട്രോയുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് റെസ്പോൺസസ് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ഇത് തീർച്ചയായും കൊച്ചി മെട്രോ എന്നുള്ളൊരു ബ്രാൻഡിങ്ങിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? KMRL ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം എന്ന് പറയുന്നത്, ഒരു സംസ്ഥാനത്ത് ഒരു മെട്രോ അല്ലെങ്കിൽ അതേ ഒരു ആശയത്തിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കൂടുതൽ മെട്രോകൾ സമാനമായ രീതിയിൽ വരികയാണെങ്കിൽ അതിനൊരു പൊതു പേര് വരിക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് ആ കമ്പനിക്ക് ഒരു പേരായിരിക്കണം എന്നതാണ് കേന്ദ്ര നിർദ്ദേശത്തിൽ പറയുന്നത്. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് സ്വാഭാവികമായ ഒരു നടപടി തങ്ങൾ സ്വീകരിക്കുക മാത്രമാണ് ചെയ്തതെന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം വരുന്നത്. കാരണം അവരത് വിശദീകരിക്കാനുള്ളൊരു കാരണം, ഇതിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പോലും ഇതിനോട് ഇവരുടെ ഈ നടപടിയോടൊരു നീരസം പ്രകടിപ്പിക്കുന്ന രീതിയിലാണ് മറുപടി പറയുകയും ചെയ്തത്. അതുകൊണ്ടാണ് മറ്റൊരു വിശദീകരണക്കുറിപ്പുമായി കഴിഞ്ഞ ദിവസം KMRL രംഗത്ത് വരികയും ചെയ്തത്. അവർ പറയുന്നത് ഇതിൻ്റെ പൂർണ്ണമായ അധികാരം സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. സംസ്ഥാന സർക്കാർ ഇതിൻ്റെ എന്ത് പറയുന്നുവോ അത് അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് സർക്കാർ ഇതിൽ ഒരു തീരുമാനം ഉടൻ പറഞ്ഞേക്കും അല്ലെങ്കിൽ പ്രഖ്യാപിച്ചേക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. KMRL ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെതായൊരു നിർദ്ദേശമുണ്ട്. ഒരു സംസ്ഥാനത്ത് ഒരു മെട്രോ അല്ലെങ്കിൽ ഒന്നിലധികം മെട്രോകൾ വരുമ്പോൾ അതിനൊരു പൊതുപേര് വേണമെന്നുള്ളത്. അപ്പോൾ ഈ മറ്റ് സ്ഥലങ്ങളിൽ ലക്നൌവിലും ഗുജറാത്തിലും അഹമ്മദാബാദിലും എല്ലാം തന്നെയും ഈ രീതിയിലുള്ള നിർദ്ദേശം, മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങളും നടപടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ചുവട് പിടിച്ച് തങ്ങളും നീങ്ങിയെന്നേ ഉള്ളൂ. സംസ്ഥാനത്ത് ഇപ്പോൾ ചർച്ച നടക്കുന്നത് തിരുവനന്തപുരത്തും കോഴിക്കോടും ഈ മെട്രോ റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ. അതുമാത്രവുമല്ല, മറ്റു പല നിർമ്മാണ പദ്ധതികളും KMRL നിലവിൽ കൊച്ചി മെട്രോ ലിമിറ്റഡ് ഇതുമായി പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുമുണ്ട്. അതോടൊപ്പമാണ് ഈ വാട്ടർ മെട്രോ പദ്ധതികൾ, കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി പോലുള്ള പദ്ധതികൾ പലയിടങ്ങളിലും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിലധികം പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഇതിന് ആ കമ്പനിക്ക് ഒരു പേര് നൽകുകയും അതാത് മേഖലകളിൽ തുടങ്ങുന്ന പദ്ധതിക്ക് അതിനോട് യോജിച്ച പേരുകൾ നൽകുകയും ചെയ്യുന്നത് എന്നത് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൊച്ചി മെട്രോ എന്ന പേര് തൽക്കാലം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് അറിയിക്കേണ്ടതെന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിലെല്ലാം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വൈകാതെ ഇത്തരമൊരു പ്രഖ്യാപനമോ തീരുമാനമോ അല്ലെങ്കിൽ KMRLന്റെ ഭാഗത്തു നിന്ന് നൽകിയ കത്തിനൊരു മറുപടിയെങ്കിലും വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ഡാനി പോളാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.